അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അത് നിർത്തുമല്ല, വൈൻഡപ്പിയല്ല, തുടങ്ങുന്നതിന് മുന്നേ ഒരു നന്ദി പറയുന്നുള്ളൂ ഉള്ളൂ. പിന്നെ എന്താണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് നേരെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എല്ലാവരും പരിചയപ്പെടാം. സൈഡിൽ നിന്ന് തുടങ്ങിയാൽ പൂജയാണ് എനിക്ക് നമ്മുടെ നമ്മുടെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അശ്വിനി നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് സിനിമയുടെ. അശ്വിനി കല എന്നാണ് പേര്. ഹിപ്സ്റ്ററിനെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നത്. നമ്മുടെ മൂവിയിലെ നായകന്മാരിൽ ഒരാളാണ്. റോഷൻ, ഫഫ, ജിത്തു മാധവൻ, സജിൻ ഗോപു, നീരാജ് ചേച്ചി, മിഥുൻ. അങ്ങനെ പടത്തിലെ പേര് പറയണോ ശരിക്കുള്ള പേര് പറയണോ ചെറിയ കൺഫ്യൂഷനായി പോയതാണ്, ലേറ്റ് ആയത്. ലാസ്റ്റ് കസേര വരാൻ പോകുന്നു സുഷിൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊക്കെ പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നും പറയാനില്ല. സിനിമയുടെ ഇതുവരെ ഇറങ്ങിയ ഔട്ടുകൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രെയിലർ, പാട്ടുകളെല്ലാം. അതിൽ കൂടുതലൊന്നും പുതിയതായിട്ട് ഇനി വരാനൊന്നുമില്ല. ഇനിയുമെല്ലാം ടീസർ എന്ന് വിളിക്കണം, ട്രെയിലർ എന്ന് വിളിക്കണം, നമ്മളിതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ്. ഇനി പുതുതായിട്ടൊരു ഔട്ടുകൾ വരാനില്ല. മറ്റന്നാൾ സിനിമ ഇറങ്ങുവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി ബാക്കി ചർച്ചകളിലേക്ക് പോവാം. അത്രയൊക്കെ ഉള്ളൂ പറയാറ്. എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്ന പോലെ ആയിരിക്കും? ഓ, അങ്ങനെയാണോ? ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് പൂജ. ഞാനതിൽ സ്വീറ്റി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പറയണ്ട. Hi, this is Ashwini Kade. I'm the production designer for the film. All I would like to say that it was a beautiful experience to work with this team, and everyone has supported me in every possible way. Thank you. ഹലോ, ഞാൻ ഹിപ്സ്റ്റർ. അപ്പോൾ ഇതിൽ അജു എന്ന് പറയുന്ന റോളാണ്, ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത്. എന്തായാലും ഞാൻ കുറച്ച് നെർവസാണ്, അതുകൊണ്ടാണ്. ഞാൻ റോഷൻ ഷാനാസ്. അപ്പോൾ ഞാനിതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ഒരു ശാന്തൻ എന്നാണ്. അപ്പോൾ ഞാനും നർവസാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രംഗാന്നാണ്. അപ്പം ഇതുവരെയും ചെയ്യാത്ത പുറത്ത് കഥാപാത്രമായിട്ടൊക്കെ എനിക്കും തോന്നി, കണ്ടവർക്കും തോന്നി. അപ്പോൾ അതാണ് സിനിമയെന്ന് പറയാനുള്ളത്. ബാക്കി മറ്റന്നാൾ റിലീസാൻ പോകുന്ന പടത്തെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. താങ്ക് യു. എൻ്റെ പേര് സജിൻ എന്നാണ്. ഞാനിതിലൊരു അമ്പാൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്യാരക്ടർ എഴുതുന്നു. അപ്പോൾ ഇന്ന് മറ്റന്നാൾ പഠനങ്ങളുണ്ട്. ഞാൻ നീരജ രാജേന്ദ്രൻ. ഈ ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ഇതിൽ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് ഞാൻ ചെയ്യണം. നമസ്കാരം, എൻ്റെ പേര് മിഥുൻ ജയ്ശങ്കർ എന്നാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ബിബി എന്നാണ്. പിന്നെ ആവേശം ഞങ്ങൾ മൂന്ന് പേർക്കും ഒരിക്കലും 1% പോലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു അനുഭവമാണ്. ബാക്കിയെല്ലാം പടത്തിൻ്റെ റിസൾട്ട് വന്നിട്ട് സംസാരിക്കാമെന്ന് തോന്നുന്നു. എൻ്റെ ക്യാരക്ടറുടെ പേര് സുഷിൻ ഷാ. ഇതിൽ മ്യൂസിക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സാണ് ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി. കുറേ പാട്ടുകളുണ്ട്. പടം ഇറങ്ങുന്നു, എല്ലാവരും കാണാം. താങ്ക് യു. അപ്പോൾ നമുക്ക് April 11th ആവേശം ഹിറ്റിംഗ് തിയേറ്റേഴ്സ്. സോ ഈ ആവേശം ടീമിൽ ലെറ്റ്സ് ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നമ്മൾ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. Then we will start with the Q&A session. Right? Give them a big round of applause everyone. Team ആവേശം. You can open up your Q&A now.
ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഈ രോമാഞ്ചം പോലെ ഇതും റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഉള്ളൊരു സംഗതിയാണ്. രോമാഞ്ചം പോലെ എന്ന് പറയാൻ പറ്റില്ല. രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് ഉണ്ടെന്നുള്ളൂ ഉള്ളൂ. ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളൂ. അത് പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. രോമാഞ്ച സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല, രോമാഞ്ചം സിനിമയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതിന് ക്യാരക്ടറിന്റെ ഒരു സ്പിൻ-ഓഫ് പോലെയാണ് ഇതിന് ക്യാരക്ടറിനെ കുറിച്ചിരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, അതങ്ങനെയല്ല. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ച സിനിമയിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. എനിക്ക് പേഴ്സണലി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള, മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറിനോട് യാതൊരു ബന്ധവുമില്ല. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ആൾക്കാരെല്ലാവരും വരണം, വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ. അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടിയിരുന്ന് കാണേണ്ട, എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പം നിങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല. ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണേണ്ട സിനിമയാണ്. ഉറക്കെ ചിരിച്ചും ഉറക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ്. രോമാഞ്ചം അങ്ങനെയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അതിന് മേളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പായതിനു ശേഷം ഞാൻ അൻവർ റഷീദിൻ്റെ അടുത്ത് പോയിട്ട് പറയാമായിരുന്നു. ഫോൺ സംസാരിച്ച് കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു. കഥ പറഞ്ഞ പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ഫഹദിലേക്ക് എത്തി. അതങ്ങനെ പ്രൊജക്റ്റ് ആകുമായിരുന്നു. അത് ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു. ബാംഗ്ലൂർ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസാവുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് രോമാഞ്ചം റിലീസെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്. രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്റ്റ് ആയിരുന്ന സിനിമയായിരുന്നു ആവേശം. എൻ്റെ ലുക്കും ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെലുങ്ക് പടങ്ങൾ വരുന്ന വില്ലന്മാരെ പോലത്തെ ആ സിനിമ ലുക്കുകൾ ശരിക്കും അങ്ങനെ തന്നെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡി അല്ല, അങ്ങനത്തെ ഒരു കഥാപാത്രമാണോ? ഇയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്. അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ജിത്തുവിന് പറഞ്ഞ പോലെ ജിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടില്ല. ആദ്യമായിട്ടൊരു കൊമേഴ്ഷ്യൽ പടം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ആക്ടിങ് പ്രോസസ്സിൽ അതൊരു ഈസി ആയിരുന്നോ, ടഫായിരുന്നോ മറ്റുള്ളവർ? ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക, കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അയാൾ കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത്. അയാൾ അങ്ങനത്തെ ഫുട്ടേജ് ഒന്നും വരാത്തതുകൊണ്ടാണ്. ഈ കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്.
അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? ഇനി കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. അതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് തോന്നി. ഈ പടത്തിലുള്ള ഇക്കാടെ ഒരു കോൺഫിഡൻസ് ആണോ ഈ ഒരു പ്രൊമോഷൻസിലേക്ക് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കാണാറുണ്ട്? ഞാൻ അല്ലെങ്കിലും പോസിറ്റീവ് അല്ലേ, ഞാൻ ഭയങ്കര പോസിറ്റീവ് അറിയാത്തോണ്ടായി. ഇല്ല, അതെന്നാ കുട്ടികൾ ചുമ്മാ, ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമല്ല. കുട്ടികൾ ചുമ്മാ പറഞ്ഞോണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തോ യൂണിയൻ ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് ഇങ്ങോട്ട് നോക്കി. തിയേറ്ററിലെ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കൂ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എൻ്റർടൈനറാണ്. മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എൻ്റർടൈനർ പാക്ഡ് ആയിട്ടുള്ളൊരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെൻറ്റ് എന്നല്ലേ പറയാം, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ തള്ളി വെക്കുന്നത്. അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ഈ രോമാഞ്ചം കാണാൻ നേരത്ത് ഇപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് ബേസിക്കലി സിനിമയിലേക്ക് ഇന്നാക്കിയത് ആ ടൈറ്റിൽ സോങ് തന്നെയാണ്. അപ്പോഴേക്ക് നമ്മൾ ആ ടെമ്പോയിലേക്ക് എത്തി പടത്തിൽ. അപ്പം ഈ ആവേശത്തിൽ എങ്ങനെയായിരുന്നു മ്യൂസിക്കിനെ കൺസീവ് ചെയ്തത്? ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ട് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല, ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. ഈ സിനിമയിൽ ഒരുപാട് സിംഗേഴ്സിനൊക്കെ റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷും ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോകാം. ചേട്ടാ ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു അല്ലു അർജുൻ അനിരുദ്ധ് ടൈപ്പ് പിടിച്ചിട്ടുണ്ടത്. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലുമിനാറ്റിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഇനിയും കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറങ്ങുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷ് നായകനും അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം. അപ്പം അങ്ങനത്തെ കുറച്ച് റീഇൻട്രൊഡ്യൂസിങ് എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്തിട്ടു. അതെന്തുകൊണ്ടാണ് ആർക്കും പറയാം? ചുമ്മാ യൂസ് ചെയ്തു, കാരണമൊന്നുമില്ല. ചുമ്മാ അത് എന്തെങ്കിലും ഒരു അല്ല, ഈ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെയൊരു സെറ്റിംഗിൽ ഇങ്ങനൊരു എന്താ പറയുക, ബാംഗ്ലൂരിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻറ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ തോന്നിയതുകൊണ്ടാണ്. അപ്പൊ ഇനിയുള്ള ഇപ്പം റീഇൻട്രൊഡ്യൂസിങ് എന്ന് പറയാൻ നേരത്ത് ബേസിക്കലി രണ്ടാമത്തെ ഒരു വരവായിട്ട് വേണമെങ്കിൽ കാണാമല്ലോ. അപ്പം ഇനിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇതേപോലെ ഒരു ഒരേ പൊളിയായിരിക്കും. ഇത് ആക്ച്വലി പുള്ളിയുടെ സെക്കൻഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പടം കഴിയുമ്പോൾ ഫാസ്റ്റ് എന്ന് വയ്ക്കും, ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും മാസ് പടമോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടം ചെയ്യുമ്പോൾ ഫഫാന്ന് വയ്ക്കും. അതിനുള്ളൊരു പരിപാടിയാണ്, അത് തുടക്കം ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഇക്ക 2024 വിഷു കഴിഞ്ഞിട്ടായിരിക്കും ആവേശം. ആവട്ടെ ആവട്ടെ. ഇപ്പൊ ഈ ഒരു പടത്തിനകത്ത് ഈ ഡാൻസ് നമ്പർ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫാദിക്കയുടെ കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റുമോ? കുറെ കാണാനുണ്ട്.
ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞെല്ലാം ഉണ്ടാവും. ഫഹദ് ഫാസിൽ നമ്മൾ കണ്ടിരുന്നത് കുറച്ചു കാലം മുമ്പ് വരെ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഫേസ് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ 2022-23 കുറച്ചും കൂടി ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള വിക്രം പോലത്തെ സിനിമ, പുഷ്പ പോലത്തെ അല്ലു അർജുൻ സിനിമയുടെ പ്രതിനായകൻ, അങ്ങനെ ഇപ്പം മൊത്തം ഈ സെലിബ്രേഷൻ മോഡ്, എൻ്റർടൈൻമെൻറ്റ് മോഡ് സിനിമകളിലേക്കാണ്. അപ്പോൾ ശരിക്കും ഫാഫിദിലൂടെ റിയലിസ്റ്റിക് സിനിമകളുടെ കാലം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എൻ്റർടൈൻമെൻറ്റ് മോഡ് അല്ലെങ്കിൽ ലാർജർ ദാൻ ലൈഫ് കൊമേഴ്ഷ്യൽ സിനിമകളുടെ കാലമാണ്. അങ്ങനെയാണ് ഈ ചുവട് മാറ്റത്തിൻ്റെ ഒരു കാരണം? അല്ല, അങ്ങനെയല്ലല്ലോ, അങ്ങനെ ഒരിക്കലും അല്ല. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പം ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഇതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഈ എടമോനെ എന്നുള്ള പ്രയോഗം പറഞ്ഞാണ് അത് കുറേ വട്ടം അത് ഉപയോഗിച്ചാണ് ആ ഒരു ലിംഗോയിലേക്ക് സെറ്റായെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ ഒരു മാസ് പടം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പഞ്ച് ലൈൻ പോലെ വേണം, അങ്ങനെ പെർപ്പസ്ഫുള്ളി ഇതൊരു തോട്ടായിട്ടുണ്ടായിരുന്നു ഫഹദിന്റെ ഉള്ളിൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഓർഗാനിക്കായിട്ട് സംഭവിച്ചത്. സിനിമയിലെ കുറച്ച് ഡയലോഗുകളൊക്കെ ഷമ്മി ഹീറോ ആണ്, അതുപോലെ തന്നെ എടാ മോനെ അങ്ങോട്ട് പോലെ ലോക്കാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലാണെങ്കിലും ഡേ മോനെ എന്നൊരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും മാത്രം ചോയ്സ് ആണ്, അത് ഫഹദിക്കാട് ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി സെറ്റിൽ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഒരുപാട് ഗേൾസ് ഫാൻസ് ഉണ്ട്. നോർമലി ഇങ്ങനെ ചിത്രം ഞങ്ങൾ പബ്ലിക് നമ്മൾ ഹിറ്റ്സറിനെ കണ്ടു കഴിയുമ്പോഴേക്കും ഹിറ്റ്സർ പടത്തിലുണ്ടോ? ഇങ്ങോട്ടൊന്ന് പാസ് ചെയ്യാം. ഒരുപാട് ഗേൾസ് ഫാൻസ് ഉള്ള ഒരാളാണ്, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇതിന്റെ ഒരു പബ്ലിക് റെസ്പോൺസ് എടുത്ത സമയത്ത് തന്നെ ഹിറ്റ്സർ ഈ പടത്തിലുണ്ടോ? അപ്പോൾ കാണാനൊരു ഇൻട്രസ്റ്റ് ആണ്. ഉണ്ട്, ഗേൾസ് ആയാലും നമുക്ക് കുറച്ചുകൂടി അദ്ദേഹം ഈ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അത്രയും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണല്ലോ. ഈ പടത്തിലേക്ക് ഇങ്ങനൊരു ക്യാരക്ടർ എന്താണെന്നൊരു എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്? പടത്തിലേക്ക് ജിത്തു ചേട്ടൻ വിളിക്കുകയായിരുന്നു. ഫസ്റ്റ് പടമാണല്ലോ, ഫസ്റ്റ് പടമല്ലേ? അപ്പം ഇതേപോലൊരു ഫഹദിക്ക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആക്ടർ, ഒരുപാട് പടങ്ങൾ ചെയ്ത് നമ്മൾ മലയാളികളിൽ ഇന്നും ഇപ്പോഴും ഒരുപാട് നോക്കുന്ന കഥാപാത്രമാണ്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്? എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതാണ്, ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. ഇപ്പം എനിക്കായാലും റോഷനായാലും ഇതിൻ്റെയും ഫസ്റ്റ് പടമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ റൂമിലായാലും അവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 month കഴിഞ്ഞിട്ടാണ് അതൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോഴെല്ലാവരും എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുള്ളിയിലൂടെ പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാം. ശരിക്കും ഫഹദിക്ക ഇങ്ങനത്തെ ഒരാളാണ്. കാരണം നോർമൽ നമ്മൾ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് വേറെ ലെവൽ. നമ്മുടെ ടീച്ചറിൽ കണ്ടു കഴിഞ്ഞാൽ ഡാൻസിലെ ഇതൊക്കെ ആള് വേറെ ലെവൽ. അത് കണ്ടു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആളൊരു നോർമൽ ഒന്നിനും ഇല്ലാത്ത സൈലന്റ് ടൈപ്പ് അങ്ങനത്തെ ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു ആള്. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗയാണ് അത്. നമുക്ക് ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ ഇപ്പം യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ 1 year ബാക്കാണ്. അപ്പോൾ അതിൽ കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മകനെ മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട്. അപ്പോൾ എന്താ എന്തുകൊണ്ട് പിന്നീട് ഒമേഗിളെ നോക്കിയില്ല, അല്ലെങ്കിൽ പകുതിക്കൊക്കെ അപ്പം ഇനി സിനിമകളായിരിക്കും കൂടുതൽ നോക്കുക, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലത്തെ ബ്ലോഗ് പരിപാടി അങ്ങനെ ആയിരിക്കും? ഞാൻ മെയിൻലി ഇപ്പം എൻ്റെ വീഡിയോസ് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം എൻ്റെ വീഡിയോസ് ആണെന്ന് നമുക്കറിയാം. അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഒരു ഫ്ലോയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഫിലിമിൽ ഇപ്പോൾ ജിത്തു ചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലേ എനിക്കും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ആ ഒരു ഫ്ലോ അനുസരിച്ച് പോകാനാണ് ഇപ്പോൾ മൈൻഡിൽ. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇതിപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് വന്നിട്ട്, ഇവര് 3 പേരുമാണ് ഈ സിനിമയിലെ ഹീറോ.
ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപേരെയും ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു. കാരണം ഹിപ്സ്റ്ററിനെ കണ്ട ആൾ കൂടിയ ഷൂട്ട് നടക്കത്തില്ല. അപ്പോൾ അത്രയും 1 million സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ സെറ്റിലല്ലേ. അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട്, അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാൾ 3-4 മാസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഇതിപ്പോൾ രോമാഞ്ചം OTT റിലീസിന് ശേഷം രോമാഞ്ചം കണ്ടിട്ട് ചിരി വരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കാം, അങ്ങനെ ചിരി നിമിഷങ്ങൾ ഉണ്ടാവണം, അത് തിയേറ്ററിൽ വർക്കാവുന്ന, അതായത് റിലീസിന് ശേഷവും ആളുകൾ പറഞ്ഞു രസിക്കുന്ന തമാശകൾ, അതായത് നമ്മുടെ പണ്ടത്തെ ഈ അന്വേഷണ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ തമാശകളുണ്ട്, നമ്മൾ ഡെയിലി യൂസേജസ് പോലെ ഉപയോഗിക്കുന്ന തമാശകൾ, അങ്ങനെ ഉണ്ടാക്കാൻ റൈറ്റിംഗ് ലെവലിൽ തന്നെ അങ്ങനെ ഒരു ശ്രമമുണ്ടോ? എപ്പോഴും നമ്മൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് ഇതിനും രോമാഞ്ചത്തിനും ശ്രമിച്ചിരുന്നു, ഇതിനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാളുകൾക്ക്, അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു, അതിലിഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ബാക്കി മറ്റന്നാൾ അറിയാം. ഈ രോമാഞ്ചം കഴിഞ്ഞതിന് ശേഷം ഇവിടെ രോമാഞ്ചം സിനിമയ്ക്ക് ശേഷം ഇത് തന്നെയായിരുന്നു മനസ്സിൽ പ്ലാൻ? വേറെ സംസാര രീതിയൊക്കെ നടന്നു, രോമാഞ്ചത്തിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അതിന് തന്നെ വേറെ ഡിസ്ട്രിബ്യൂട്ടർ ഏറ്റെടുക്കുന്നു. അതിന് താങ്കൾ തന്നെ പറഞ്ഞു, കാരണം ഇതിൻ്റെ ഒരു രോമാഞ്ചം ഒരു സെക്കൻഡ് പാർട്ട് പോലെ വേറെ ആൾക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇല്ല, വേറെ ആൾക്കും കമ്മിറ്റ് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. രോമാഞ്ചം സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യം അന്ന് സംസാരിച്ചിരുന്നു. രോമാഞ്ചം സെക്കൻഡ് പാർട്ടുണ്ട്, അതിൻ്റെ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടല്ല. രോമാഞ്ചം റിലീസാവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണിത്. രോമാഞ്ചത്തിൻ്റെ റിലീസിനൊക്കെ എത്രയും മുന്നേ തന്നെ ഇത് പ്രൊജക്റ്റായി കഴിഞ്ഞു. നവംബറിൽ ഇത് പ്രൊജക്റ്റായി, November-December പ്രൊജക്റ്റായി, ഫെബ്രുവരിയിലാണ് രോമാഞ്ചം റിലീസാവുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതും തമ്മിൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ആരെങ്കിലും ആയിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ സിനിമ ചെയ്തു തരാമെന്ന് പറഞ്ഞു? അങ്ങനെ യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. അല്ല, എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്രയും ഒരു വളരെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പോലും പൂർണ്ണമായിട്ട് തീരുമാനമായിട്ടില്ല. ഒരു സ്ക്രിപ്റ്റ് ആവാതെ ആരെങ്കിലും കമ്മിറ്റ്മെന്റിലേക്ക് പോകില്ലല്ലോ. സജിൻ, ഇപ്പം നമുക്ക് മണിച്ചിത്രത്താഴിലെ ലളിത ചേച്ചിയൊക്കെ നരേറ്റ് ചെയ്തിരുന്നു നാഗവല്ലി എന്താണ് എന്നുള്ളത്. അപ്പം നമ്മൾ ടീച്ചറിൽ കണ്ട അത് അപൂർവമായിട്ട് ഒരു ക്യാരക്ടറിനെ നരേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അപൂർവമായിട്ടാണ് ഒരു ആക്ടറിന് കിട്ടുക. അപ്പൊ ഈ ചിത്രത്തിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. ബേസിക്കലി രംഗണ്ണ ആരാണെന്ന് നരേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ച് ഭാഗ്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അത് പക്ഷേ ടീച്ചറിൽ വരും നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. പടത്തിൽ ഓൾറെഡി അങ്ങനെ ചെയ്തു, ടീച്ചറിൽ എല്ലാവരും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് സന്തോഷം. പിന്നെ ഭൗതികാനെ പോലെ ഒരു ആക്ടറിൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ പടം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അതിൻ്റെ ഓരോ സിനിമകളും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ആവേശത്തിലാണെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രം. ആവേശം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ അതിനെന്നും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയാൻ പറ്റും? ആവേശം മാറ്റി നിർത്തി പെർഫോമൻസ് വൈസോ? തീർച്ചയായും. തൊണ്ടി മുതൽ ചെയ്യുമ്പം ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം പോലീസുകാർ, നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട്, പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരാണല്ലോ നമ്മൾ അതിനകത്ത് ഹയർ ചെയ്തത്. ഞാനും അലൻ ചേട്ടനും മാത്രമേ ഉള്ളൂ, സുരാജ് ചേട്ടനും ആക്ടേഴ്സായിട്ട്. എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പൊത്തും പറഞ്ഞ് ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മോഷ്ടിച്ച് പിടിച്ചു. അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു. പോലീസ് അവരാണ് ഇതെല്ലാം ചെയ്തത്. എനിക്കത് ഭയങ്കര ഒരു, ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ആ പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഷൂട്ട്. ഓരോ സിനിമയിലേക്ക് മാറുമ്പോൾ ഓരോ കഥാപാത്രം മാറുന്നുണ്ട്. അതെങ്ങനെയാണ് സ്റ്റഡി ചെയ്തെടുക്കുന്ന? ഒരു ഡയറക്ടറുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഈ കഥാപാത്രത്തെ ഞാൻ ഈ ഇത്ര മീറ്റർ പിടിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ പറയും ഇത്ര മീറ്റർ മതി, അങ്ങനെ എങ്ങനെയാണ് ഒരു ചർച്ച വരിക? ഒരു ഷൂട്ടിന് പോകുന്നതിൻ്റെ ഒരു ധാരണ ഉണ്ടാവും. അത് ഏത് അളവെന്നുള്ളത് ഇപ്പം ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട, അത് ഷൂട്ടിൻ്റെ പ്രോഗ്രസ്സിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ധാരണ ഉണ്ടാവും, ഒരു എന്താ പറയുന്നത്, ഒരു കാരിക്കേച്ചർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ അത് വർക്കായതുപോലെ തോന്നും, അപ്പോൾ പോയത് വീണ്ടും റീഷൂട്ട് ചെയ്യും.
ഷാജാനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് മുമ്പ് അറിയാവുന്നതാണ്. ഞാൻ വേലക്കാരനൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ച് മുമ്പ് അറിയാവുന്നതാണ്. അപ്പം എനിക്ക് അന്നും ഇന്നും ഞാൻ പുള്ളിയോടുള്ളപ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ട്. അപ്പം അതെ, എനിക്ക് അറിയാവുന്ന എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്യുന്ന മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയായിരുന്നു നോക്കിയത്? നല്ല കാര്യം. അല്ലാതെ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അത് നല്ല കാര്യം. എനിക്ക് എൻ്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മറ്റന്നാൾ റിലീസാവും. അത് റിലീസായിട്ട് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ കാണാം. ഇന്റർവ്യൂ കാണാം. നമുക്കൊരു സിനിമയ്ക്ക് ഒരു സിനിമ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, സിനിമയ്ക്ക് ഹൈപ്പ് അല്ലെങ്കിൽ സിനിമ കാണണമെന്ന് നമ്മൾ ഒരു വിളംബരം പോലെയാണ് ഒരു ഏത് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇപ്പം ഇന്റർവ്യൂ ആണെങ്കിലും വളരെ ഇതിനൊരു ഇന്റർവ്യൂ കൊടുക്കാൻ പോലും വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ടീം ആരും വന്നിട്ടില്ല, ആകെ ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ, ഷിപ്പിലുള്ള ഇന്റർവ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമുക്ക് കണ്ടതുമാണ്. എന്തുകൊണ്ടാണ് അത്രയൊരു ഇന്റർവ്യൂസിലേക്ക് വേണ്ട? അപ്പോൾ അതിന് സമയക്കുറവാണ് എന്താണെന്നുള്ള അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ഹൈദരാബാദാണ്. ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും. വീണ്ടും റിലീസിൻ്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസി ആയിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് പടങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല. ഇപ്പം സത്യേട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണെങ്കിൽ ഞാൻ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഞാനും സത്യേട്ടനിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേറ്റർ ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ ജോലി എടുത്തോളൂ, സിനിമ പ്രൂവ് ചെയ്തോളൂ. പ്രൊമോഷനൊന്നും അത്ര വിശ്വാസമില്ല. ഇല്ല. മാമന്നന്റെ ഷൂട്ടിൽ ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മായി സാറിൻ്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും അത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് റീഷൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? സമയമെടുത്ത് പണിയായിട്ട് നടന്ന ഇല്ല, പെട്ടെന്ന് ഓർത്ത് പറയാനൊന്നുമില്ല. പക്ഷെ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ ആ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച ഒരു ഇൻസിഡന്റ്. മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് ഒന്നിനൊന്നിന് മലയാളി പ്രേക്ഷകർ പൗതിക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ ഓഫ് കഥാപാത്രം വില്ലനായിട്ടാണെങ്കിലും ശരി, പുഷ്പയിലെ കഥാപാത്രമായാലും ശരി, ഇങ്ങനെ ഇതിനെക്കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ചു. അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്ക് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒരു സിനിമ ഒത്തു വന്നാൽ ചെയ്യും. ചർച്ചകളുണ്ട്. വേറൊരു ഹീറോ മലയാളികൾക്ക് സെറ്റ് ഒരാൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ നിയമാവാം, അത് സെറ്റ് ആവുമോ, ചേരുന്നുണ്ടോ? പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടപ്പോൾ ഒരു അന്യഭാഷയിൽ ചെയ്ത് കാണുമ്പോൾ വാവും എന്ന് തോന്നുന്നു. അതാ സ്വന്തം ഭാഷയിൽ ചെയ്യുമ്പോഴേക്കും അത് ചേരുമായിരുന്നോ? പുള്ളിക്കാരൻ ഈ സോണല്ലേ സേഫ് ആയിട്ടുള്ളത് എന്നൊരെപ്പോഴും നമ്മൾ പറയാറുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാലേ ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ.
ഒരിടയ്ക്ക് വിജയ് സേതുപതി സ്ഥിരമായിട്ട് വില്ലനായിരുന്നു. തമിഴിൽ പോയാലും വില്ലൻ, തെലുങ്കിൽ പോയാലും വില്ലൻ, കന്നഡയിൽ പോയാലും. ഫഹദ് ഫാസിൽ ഇപ്പം അങ്ങനെ ഇപ്പോൾ പുഷ്പയിൽ വില്ലനാണ്, മാമനിൽ വില്ലനാണ്, വേലക്കാരൻ തുടങ്ങിയത് വില്ലനായിട്ടാണ്. ഈ അന്യഭാഷത്തെ വലിയ സിനിമകളുടെ വില്ലൻ വേഷങ്ങൾ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് മടുക്കില്ല. എന്താ അതിൻ്റെ എക്സൈറ്റ്മെന്റ്? ഇല്ല, അതിന്റെ എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തിൽ മാമനിൽ വടിവേൽ സാറിന്റെ വില്ലനായിട്ട് അഭിനയിക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമായിരുന്നു. പുഷ്പയിൽ ബണ്ണിയുടെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് നിൽക്കുന്നത്. ഇതിലൊന്നും ഒരു പ്ലാനൊന്നുമില്ല. ഇപ്പം ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്, രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ്, അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല. എല്ലാം സേഫ് അല്ല. എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നതല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ തരുന്ന എനർജിയും കോൺഫിഡൻസും ആണ്. എനിക്കൊന്നത് ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ പോലെ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്നേക്ക് മാറ്റാനൊന്നുമല്ലോ. നമ്മളവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പം ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇവിടെ എൻ്റെ പേര് ഫാസിൽ എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരാൾ. എൻ്റെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചറിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഫാസിൽ എന്ന് ചോദ്യം ചെയ്യുക. അപ്പോൾ അത് ഉമ്മയുടെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇപ്പോൾ ടീച്ചറിൻ്റെ ചില കട്ടുകളിൽ ഈ രാജമണിക്ക് ചെറിയൊരു റെഫറൻസ് പോലെ കാണിക്കുന്നുണ്ട്, സ്പെക്കാലും സ്ലാങ്ങിൻ്റെ ചെറിയൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രംഗനെ ബ്രീഫ് ചെയ്യാൻ നേരത്ത് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളയൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ആൾ തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡ്രൈവ് ചെയ്തത്, അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതല്ല. മമ്മൂക്കയെ വെച്ചിട്ട് മഹേഷ് നാരായണൻ സിനിമയിൽ ഫഹദുണ്ട്, ഫഹദാണ് അതിൻ്റെ ഒരു മെയിൻ ലീഡ് എന്നൊക്കെ ആളുകൾ സംസാരിക്കുന്നു. അതിലെന്തെങ്കിലും അത് റൂമേഴ്സിൽ എന്തെങ്കിലും സത്യമുണ്ടോ? മമ്മൂക്ക വെച്ച് മഹേഷ് ചെയ്യുന്ന പടത്തിൽ ഞാനിങ്ങനെ ലീഡാകുന്നത് ഇല്ലില്ല, അത് മമ്മൂക്ക മഹേഷ് ചിത്രമാണ്. ജിത്തു ചേട്ടൻ ഇപ്പം രോമാഞ്ചം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പം രോമാഞ്ചം വരുന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം ആവേശത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ സിനിമയും ടൈറ്റിലും തമ്മിലുള്ള കണക്ഷൻ? അല്ല, ആവേശം എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് കാണുമ്പോൾ എപ്പോഴും തോന്നുന്ന, അതിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നൊരു വികാരമാണ് ഈ ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പടത്തിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള സ്റ്റോറി ഇനിയും ഉണ്ടായില്ലേ? കുറേ ഉണ്ട് വെച്ചാൽ 12 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 വർഷത്തെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട് കുറേ. ജിത്തു എനിക്ക് 25 ദിവസം 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്നത്. നമ്മൾ 2 ദിവസത്തിലൊരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാനകത്തിരുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അപ്പോൾ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പൊതുവെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു
കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ നമുക്ക് 3 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക് ഇതിലെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. വോക്കൽസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് അല്ല ഇതിലിരിക്കുന്നത്. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ, ഞാൻ അധികം പാടിയിട്ടില്ല ഈ പാട്ട് ആൽബത്തിൽ. പിന്നെ പാട്ടബിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഓരോ ആൾക്കാരും തപ്പും. ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ജാട പഠിപ്പിക്കണമെന്ന് എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബാസിയുടെ ജാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സുഷിൻ മഞ്ഞുമല്ല് മഞ്ഞുമല്ല് എന്താ വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്തു. ഇപ്പം ഇതില് നോക്കുമ്പോൾ ഡബ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആസ് എ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ്? ഈ ഇൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും. അതാണ് കൂടുതലും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്ത് ബാസി ഇതേപോലെ പടത്തില് പാടണം എന്ന് ചോദിച്ച് ഇതിന് മുന്നേ ചോദിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് ബാസി പറഞ്ഞു അമലേട്ടന്റെ പടത്തില് അമലേട്ടനോടൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഇന്നും സുഷിനോട് ചോദിക്കാറുണ്ടോ ബാസി? അതെ, എനിക്ക് അവന്റെ ജാടം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കില്ല. എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന്. അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസി എന്ന് പറഞ്ഞപ്പോ പാടിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും പാടിപ്പിക്കും. അല്ല, കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വന്നത്. രോമാഞ്ചത്തിന് അതായിരുന്നു ആവശ്യം, അതുകൊണ്ട് രോമാഞ്ചം അങ്ങനെ എടുത്തു. ആവേശത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു സ്കെയിലാണ് ആവശ്യം. അങ്ങനെയാണ് കഥ പറയുന്നത്. അതിൻ്റെ സിറ്റുവേഷനും ക്യാരക്ടേഴ്സും പുരോഗമിക്കുന്ന രീതിയും ലൊക്കേഷനും എല്ലാം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് നാച്ചുറലി അതങ്ങനെ വലുതായിട്ടുള്ളത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത് വെച്ചാൽ നമ്മളൊരു ദിവസം ഒരു സിനിമ ഒരുമിച്ചല്ലോ എടുക്കുന്നത്, ഒരു ഷോട്ട് വീതമല്ല, എളുപ്പമാണത്. തമിഴ് സിനിമയ്ക്ക് ഒരു മാരി പോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു രംഗയായി മാറും. മലയാള സിനിമയ്ക്ക് ഉറപ്പായിട്ടും രംഗയായിട്ട് മാറും. ഇത് ഇപ്പോ നമ്മുടെ തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മുടെ ടൈറ്റിൽ കാർഡ്സ് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ സൂപ്പർ സ്റ്റാർ ചെയ്യാൻ എഴുതി വരുന്ന പോലെ മലയാളത്തിൽ അങ്ങനെ ഇല്ല. അപ്പോ ആവേശത്തിൽ അങ്ങനെ ഫാഫയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ടാവും. അതൊക്കെ പടം കാണുമ്പോൾ ഫാഫയ്ക്ക് എങ്ങനെ ടൈറ്റിൽ എന്നൊക്കെ ഉള്ളത് പടം കാണുമ്പോൾ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലും ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഒരു ടൈറ്റിൽ അങ്ങനെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ തിയേറ്റർ ഡിസൈന് എളുപ്പമായിരിക്കില്ല. അതൊന്നും ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യണ്ട, സിനിമ സെലിബ്രേറ്റ് ചെയ്യാൻ. ഒരു നിലവിളിയിലൂടെയും ഓട്ടത്തിലൂടെയും സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് ഉയർത്തിയ ഒരു കഥാപാത്രത്തിൽ നിന്നും ആവേശത്തിലേക്ക് വരുമ്പോൾ അതേ ഒരു ഇമ്പാക്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. ചേട്ടാ, ഒരു നിലവിളിയിലൂടെയും ഓട്ടത്തിലൂടെയും സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് ഉയർത്തിയ ഒരു കഥാപാത്രത്തിൽ നിന്നും ആവേശത്തിലേക്ക് വരുമ്പോൾ അതേ ഇമ്പാക്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കുമോ? ഉറപ്പായിട്ടും. ഞാനിപ്പോൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് ആവേശത്തിൽ ഞാൻ ചെയ്യണത്. മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഡിഫറൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. മുൻപ് ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് ഭയങ്കര ഡിഫറൻ്റാണ്. ഇപ്പോൾ രോമാഞ്ചത്തിന്റെ സെറ്റില് ലോകേഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആരെങ്കിലും സർപ്രൈസ് വിസിറ്റ് ഉണ്ടായിരുന്നു? രോമാഞ്ചത്തിന്റെ സെറ്റിൽ ഇപ്പോൾ ലോകേഷ് കനകരാജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ സെറ്റിൽ ആരെങ്കിലും സർപ്രൈസ് വിസിറ്റ് ഉണ്ടായിരുന്നു? അങ്ങനെ ഉള്ളതായിട്ട് ഓർമ്മയില്ല. സജീവ് ബാബു ഈ ബ്രഹ്മയുഗത്തിൽ നല്ലൊരു കഥാപാത്രത്തെ
വന്നിട്ട് അത് മാറ്റി നിർത്തിയിട്ടാണ് ആവേശത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ജിം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് ഈ കഥാപാത്രത്തിലേക്ക് വന്നതെന്ന് കേൾക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആവേശം? ബ്രഹ്മയുഗം മാത്രമല്ല, കുറേ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ് ആവേശം ചെയ്തത്. ഞാൻ പറയണം, ഞാൻ ഷൂട്ട് നീട്ടി പോയതാണ് പുള്ളിക്ക് ബ്രഹ്മയുഗത്തിൽ നിന്ന് മാറേണ്ട വന്നത്. ഞാൻ സമയത്തിന് ഷൂട്ടും ചെയ്തില്ല, കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർത്തുമില്ല. സോറി ഏട്ടാ. പുഷ്പ 2 ട്രെയിലർ വലിയ ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. ടീസർ ആ പുഷ്പ 2 ടീസർ വലിയ ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. ശിഖാവ് സാർ കുറച്ചും എത്ര ഫസ്റ്റ് കണ്ടതിൽ വെച്ചാൽ ഒരുപാട് ക്രൂരനായിരിക്കുമോ രണ്ട്? വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രാക്കാണ്. അങ്ങനെ ക്രൂരതയും പരിപാടിയൊന്നുമല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേറൊരു ട്രാക്കാണ്. രസമുണ്ട്. നമ്മൾ വില്ലന്മാർ ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മാമനിലെ വില്ലനെ നമ്മളെല്ലാവരും ആഘോഷിച്ചു, അതുപോലെ തന്നെ പുഷ്പയിലെ വില്ലനെ ആഘോഷിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് വില്ലന്മാരെ ആഘോഷിക്കുന്നത്? വില്ലന്മാരിലൊരു നന്മ ഉള്ള ഒരു മനുഷ്യന്മാരുണ്ടോ? പുഷ്പയിലെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റേയാളൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വില്ലന്മാരെ ആഘോഷിക്കാൻ വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ വില്ലന്മാരുടെ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റീസ് ഒന്നും അല്ല, പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം മാമനിലായാലും വടിവേൽ സാറിൻ്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്തതാണ്. പുഷ്പയിൽ ബണ്ണിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടിയത്, ശരിയാണ്, നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. അപ്പം ഇതെല്ലാം ഫേസാണ്. കോമഡി ആക്ഷൻ ത്രില്ലർ തന്നെയാണോ? കോമഡി ആക്ഷൻ ആവേശം പറയാം. ഇതെല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ ഉണ്ട്, കുറച്ച്. ഈ ദബാങ്ങിലൊക്കെ ഉള്ള ഒരു മീറ്റർ ഉണ്ടല്ലോ, അയാളെന്തോ സീരിയസ് ആയി ചെയ്യുന്നു, നമുക്ക് തമാശയായി തോന്നുന്നു, അങ്ങനെ ഒരു മീറ്റർ ആവേശത്തിനുണ്ടോ? ഒറ്റ ദിവസം മതി. ഈ പാതിക്കട ഒരു ആക്ടിങ്ങിൽ ഓരോ ചെറിയ എലമെന്റ് പോലും ഒരുപാട് ലേയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിൽ. എക്സാമ്പിൾ ഇപ്പോൾ ഷമ്മി കഥാപാത്രത്തിലായാലും എന്താ നമ്മളെ ചോദിക്കുന്ന ഒരു കഥാപാത്രത്തിലായാലും ആ സൈലൻസിൽ പോലും കഥാപാത്രത്തിൻ്റെ പല ലേയേഴ്സ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന അശോകൻ്റെ മറ്റേ രോമാഞ്ചത്തിൽ അർജുന അശോകൻ്റെ ആ ചിരിച്ചിട്ട് തലയാട്ടുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയതാണ്. അപ്പോൾ ഈ ഫാസിൽ ഇത്തരം ചെറിയ മാനറിസംസ് ഈ ആവശ്യത്തിൽ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? അതങ്ങനെ ഒരു പർട്ടിക്കുലർ മാനറിസം എന്നുള്ളതല്ല, ഇതിനകത്ത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും പുതിയ ഒരുപാട് സാധനങ്ങൾ കിട്ടാൻ വഴിയുണ്ട് ഇതിനകത്ത്. ഇതുപോലും കയ്യെത്തും ദൂരത്തിലെ ഫാസ്റ്റ് ഫാസിലും ആവേശത്തിലൊക്കെ മുൻപേയായിട്ട് വരുന്ന ഫാസ്റ്റ് ഫാസ്റ്റും തമ്മിലുള്ള അന്തരം അത്രയും വലുതാണ്. രണ്ടും അറ്റത്താ, ശരിയാ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആവശ്യം പെർഫോം ചെയ്യുമ്പോൾ ചില സമയത്ത് വൺമോർ ചിത്തു ആവശ്യപ്പെടുമ്പോൾ ചിത്തു പറയുന്നത് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇത് മുമ്പ് കണ്ടതാ, അപ്പോൾ ഇത് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ. അപ്പം അത്രയും കോൺഷ്യസ് ആയിട്ട് ഒരാൾ നിന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രഷ്നെസ് സ്ക്രീനിൽ ഉണ്ടാവണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഏപ്രിൽ 11 പടം കാണുക, സെലിബ്രേറ്റ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ഈദ്, എൻജോയ്. താങ്ക് യു. നിഷ അവിടെ ഇരിക്കും.